ഹായ് ഓൾ, വെൽക്കം ടു ആൽഡ് റോക്സ്. ഇന്ന് നമ്മളിത് മസ്ക് മെലൻ അഥവാ തൈക്കുമ്പളം, മലയാളത്തിൽ തൈക്കുമ്പളം എന്ന് പറയും. മസ്ക് മെലൻ കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഈ വേനൽ സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഇത്. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതെ, നമ്മുടെ മസ്ക് മെലൻ കട്ട് ചെയ്യുവാണേ. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ഒരു ചവർ പോലെ കണ്ടോ. നമ്മുടെ സാധാ മത്തങ്ങയുടെ അതേ വർഗത്തിൽപ്പെട്ടതാണ്, അതേ ടൈപ്പ് തന്നെ. അകത്തുള്ള വയറും കുരുക്കളും എല്ലാം മത്തങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടത് തന്നെ തോന്നുന്ന ഇതാണ്. ഈ കുരുക്കളുണ്ടല്ലോ, ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഉപ്പിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കഴിക്കുന്നതാണ് നല്ലതാ. നമുക്കിനി ഇതിന്റെ വയറെല്ലാം കളയാം. വളരെ സിമ്പിളാണ്. കുറച്ച് കണ്ടോ, ആ നടുവിലെ വയറ് പോയപ്പോ തന്നെ നമുക്ക് ഇത്രയും ഭാഗം കഴിക്കാനുള്ള ഭാഗം കിട്ടി. ഒന്നുകൂടെ പറയാണ്, ഇതിന്റെ ഈ വയറ് ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഉണക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ നാട്ടിലോട്ടൂടെ ഒന്ന് കൊണ്ടുപോകണം. അവിടെ നമുക്ക് വളർത്താൻ പറ്റുമോ എന്നുള്ളതോടെ നോക്കണം. വെയിലത്തിട്ട് ഉണക്കി നാട്ടിലോട്ട് കൊണ്ടുപോകണം, മുളപ്പിച്ചെടുക്കാൻ നോക്കാം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എത്രത്തോളം യൂസ്ഫുൾ ആവുന്നത് വളർത്തെടുക്കുക എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഒരെണ്ണം അടച്ചുകൂടെ ഇതിന്റെയും കൂടെ വയറൊന്ന് കളഞ്ഞെടുത്ത് വെക്കാം. കല്യാണ പരിപാടിക്കെല്ലാം ഫ്രൂട്ട് സലാഡിന്റെ കൂടെ മെയിനായിട്ട് ഇത് കൂടെ ഇടുന്നുണ്ട് അവര്. നമ്മുടെ തണ്ണിമത്തനും ഇതും മുന്തിരി ആപ്പിൾ എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് ഫ്രൂട്ട് സലാഡായിട്ട്. വയറെല്ലാം കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് സ്ലൈസ് ചെയ്തെടുത്ത് ഗ്രൈൻഡ് ചെയ്യാം. ഓക്കെ, കാണാൻ തന്നെ വളരെ കൊതിയായിട്ടില്ലേ. അതിനു മുമ്പ് എനിക്കൊരു ചെറിയൊരാഗ്രഹം, ഇത് മാത്രം പച്ചക്കൊന്ന് കഴിച്ചു നോക്കാം. പച്ച കിട്ടുന്നില്ലല്ലോ. കൊള്ളാം, നല്ല ടേസ്റ്റാണ്, സൂപ്പറാ. ജ്യൂസ് അടിക്കാം, സ്ലൈസ് ജ്യൂസ് അടിക്കാം. സിമ്പിളായിട്ട് വരാം. നമ്മുടെ തണ്ണിമത്തൻ്റെ അതേ ടേസ്റ്റ് തന്നെ. മക്കളെല്ലാം കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പൊ അവരൊന്ന് പിടിച്ച് നിർത്തിയിരിക്കുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, 10 ഉണ്ടാക്കി തരാന്നുള്ള രീതിക്ക്. നമ്മുടെ നാട്ടിൽ എത്രത്തോളം പോപ്പുലർ ആണെന്നുള്ള അറിയില്ല. തണ്ണിമത്തൻ ഈ സമയത്ത് ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഇവിടെ ഈ സമയത്ത് തണ്ണിമത്തനും ഇതും ചവറ് പോലെ കിട്ടുക. ഈ സമ്മർ സമയത്ത് ഇവിടെ ഇത് ഒരുപാട് കിട്ടും. നല്ല ചീപ്പർ വിലയ്ക്ക് തന്നെ ഒരുപാട് കിട്ടും നമുക്ക്. ഒരെണ്ണം റെഡിയായി. പാത്രം സാധനം
ഓക്കെ, കട്ട് ചെയ്യാൻ മാത്രം കത്തിയുടെ ആവശ്യമുള്ളൂ. ബാക്കിയതെല്ലാം നമുക്ക് ചെറിയ സ്പൂണുണ്ട്, സ്പൂൺ മതി. സ്പൂൺ കൊണ്ട് നമുക്കെല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം. അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. സോഫ്റ്റ്, ടേസ്റ്റ്. വെക്കണ്ടേ ഇതില് തണ്ണിമത്തനാകുമ്പോൾ നമ്മളെ പിള്ളേര് മുഴുവൻ കുരുവാണെന്ന് പറഞ്ഞിട്ട് അധികം കഴിക്കാൻ നിൽക്കുന്നില്ല. അപ്പോ ജ്യൂസ് കുടിക്കുന്നവർ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഒരു ചെറിയൊരു പീസ് ഞാൻ കഴിക്കുവാണ്. ഇത് വേണമെന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല. കട്ട് ചെയ്ത് തന്നെ ഇപ്പൊ തന്നെ കഴിക്കണം എന്ന് പറയുന്ന ജ്യൂസ് ആയിട്ട് വേണ്ട, അതിന് മുമ്പ് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിരുന്നതാ. ഏതായാലും ഇത് ഇങ്ങനെ മതിയോ അതോ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് മതിയോ? ഏതാ ബെറ്റർ? ജ്യൂസ്. ഇതും നല്ലല്ലേ, കുഴപ്പമില്ലല്ലോ, അടിപൊളിയല്ലേ? എന്നപ്പോ ജ്യൂസും തരാം, ഇതും തരാം. അകത്ത് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ പുറത്തായിട്ടാണ് വീഡിയോ എടുത്തത്. ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടാ. നല്ലോണം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ മിക്സി കണ്ടിട്ട് ഇതെന്താ പുരാവസ്തു എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ സ്കൂളുകാർ നമുക്ക് തന്ന, അത് പണ്ട് ജാബോന്റെ കാലത്തുള്ളതാണെന്ന് അറിയില്ല, പണ്ടത്തെ മോഡലാത്. ഇതന്നെ കുറച്ച് പ്രയാസം, കാരണം മാഗ്നറ്റിക് പവർ എന്തോ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടല്ലേ, പഴയ മിക്സിയാ. അപ്പൊ എത്ര വർഷം മുൻപ് കുഴപ്പമുള്ളതാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു പുരാവസ്തു, കാണാനും കുറച്ച് കുഴപ്പമില്ല, വെറൈറ്റി മോഡല്. നമുക്കിപ്പോ നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. ഒരു കാര്യം മറന്നു, പഞ്ചസാര ഇട്ടില്ല. ഏതൊരാൾക്കൊരു അബദ്ധം പറ്റുമല്ലോ. സോറി, മറന്നു. ഇനിയിപ്പോ പഞ്ചസാര ഇടാൻ പോവാ. എന്നാലും ഒരുവിധം മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല. ഒരു 3 സ്പൂണോളം ഇടുന്നുള്ളൂ. ഇപ്പോ ജാമ്പവാന്റെ കാലത്തുള്ള സംഭവമാണെങ്കിൽ തന്നെ നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ട് സാധനം, അറിയാലോ. പണ്ടുള്ള മെഷീനിൽ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലവണ്ണം ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജ്യൂസിനായിട്ട് തിളപ്പിച്ചെടുക്കുന്ന കുറച്ച് പാലാണ്. തിളപ്പിച്ചാറ് പാൽ കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെ, അവിടെ മസ്മൽ നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ, ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിലോട്ട് കുറച്ച് പാൽ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അറിയാലോ ഇതിന്റെ ഗുണം, കാരണം നമ്മൾ ചേർക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും. അതല്ല കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും, പാല് കൊഴുപ്പ് കൂടും. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി ചെറുതായി പാലിൽ ഇട്ട് അലിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലൈസ് ചെയ്തെടുത്ത നമ്മുടെ മസ്ക് ചെറിയൊരു ജാറിലോട്ട് വെച്ച് മാറ്റും. കുറച്ചടങ്ങില്ല, അതിനോടൊപ്പം തന്നെ അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ച് കുറച്ചൊന്ന് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത ശേഷം അതിലോട്ട് കുറച്ച് പാലൂടെ ഒഴിക്കുന്നുണ്ട്.
ഇനി ഇത് അതിലോട്ട് നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കസ്കസ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തണുപ്പാൻ നല്ലതാണല്ലോ കസ്കസ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. തീർന്നില്ല, ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്. ചെറുതായിട്ട് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ട്. ഇത് അതിലോട്ട് ഒന്ന് കുറച്ചൊരു ഐസ്ക്രീം നമ്മൾ ചേർക്കുകയാണ്. ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. സൂപ്പർ, അടിപൊളിയുണ്ട്. ഇത് ഇപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലോട്ട് ഒന്ന് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുടിക്കാം. നല്ല ജ്യൂസ് കളയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ, 2 ഗ്ലാസ്സിൽ ഇത് രണ്ടിലും കുറച്ച് കുറച്ചായിട്ട് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഐസ്ക്രീം എന്നൊരു അലങ്കാരപ്പണിയായിട്ട് അലങ്കോലം ആവാതിരുന്നാൽ മതി. ലേറ്റായിട്ട് കസ്കസ്. ഇപ്പൊ നമ്മുടെ മസ്ക് മെലൻ ജ്യൂസ് റെഡി. മോൻ വന്നിട്ടുണ്ട്, അവനൊന്ന് കൊടുക്കുക. കുഞ്ഞാ കുടിച്ചു നോക്ക്, സൂപ്പറാണെന്ന് പറയും. അമ്മ നിനക്ക് ഷാർജ ഷേക്ക് ഉണ്ടാക്കി തന്നു. അപ്പയുടെ വക മസ്ക് മെലൻ ജ്യൂസ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കുടിക്കുന്ന എന്തിന് സൂപ്പറാണോ പറഞ്ഞു? സൂപ്പറാണോ? എന്തിന്റെ ടേസ്റ്റാ? മസ്ക് മെലൻ. പിന്നെ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ? വേറൊന്നും ഫീൽ ചെയ്യുന്നില്ലേ? മുകളിൽ കിടക്കുന്ന എന്താ? ഐസ്ക്രീം ആൻഡ് അതിന് മേലെ കറുപ്പ് എന്താ? സബ്ജ, കസ്കസ. ബാന്ദ്ര സബ്ജ എന്ന് പറയും, കസ്കസ. ഓക്കെ, ഇപ്പൊ ജ്യൂസ് കുടിക്കുവാണ്. ഐസ്ക്രീം നമ്മുടെ എന്താ പറയാ, കസ്റ്റാർഡ് പൗഡർ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്, നല്ല പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഐസ്ക്രീം ചേർത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും അതല്ല ഐസ്ക്രീം ഇല്ലായിരുന്നു, ചെറിയ തണുപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് ഐസ്ക്രീം ചേർത്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം താങ്ക് യു.